ആള് കുറവുണ്ടല്ലോ. ശ്രീ അയ്യപ്പ സദനത്തിനാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇനി ഇവിടുന്ന് ഹരിദ്വാറിൽ ഇനി അയ്യപ്പൻ്റെ അമ്പലമാണ് ഹരിദ്വാറിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ട്രിപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഇവിടുന്ന് നമ്മൾ ട്രാവലർ ബുക്ക് ചെയ്തിട്ടാണ് അതിലാണ് പോകുന്നത്. ഞങ്ങൾ 11 പേരുള്ളത് കൊണ്ട് തന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ, പ്രൈവറ്റ് ബസ്സായിട്ടോ അല്ലെങ്കിൽ ടാക്സി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ബസ്സും എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടുന്ന്. അതേപോലെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ സെട്രോ, നമുക്ക് ഹരിദ്വാറിൽ നിന്ന് മേലേക്ക് കേദാർനാഥ്, ബദ്രിനാഥ് പോകുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പോകാൻ വേണ്ടി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇവിടെ കടകളിൽ കിട്ടുന്നതാണ്. ജാക്കറ്റും സ്വെറ്റർ, അങ്ങനെ വിലയും ഒരുപാടൊന്നുമില്ല, നമുക്ക് പറ്റുന്ന തരത്തിലുള്ള വിലയാണ്. വാരണാസിയിലെ ഗംഗാരതിയും ഹരിദ്വാറിലെ ഗംഗാരതിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വാരണാസിനെക്കാട്ടിലും തിരക്കാണ് ഹരിദ്വാറിലെ ഗംഗാരതി. കാണുന്ന ആഗ്രഹമുള്ളവർ നേരത്തെ വൈകുന്നേരങ്ങളിൽ നേരത്തെ വന്ന് സീറ്റൊക്കെ ഉറപ്പിക്കേണ്ടി വരും. 5 മണിക്ക് വന്നിട്ട് അവിടെയൊക്കെ സീറ്റ് ഇരിക്കേണ്ടി വരും. കാരണം അത്രയും തിരക്കാണ് ഗംഗാരതി കാണാനായിട്ട്. ഇതാണ് നമ്മൾ വിളിച്ച വണ്ടി, ട്രാവലർ വണ്ടി. സാധനങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റൂമിൽ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഞാനും മുന്നിലാണ്, എനിക്ക് വേക്കിലിരിക്കും. വണ്ടീൻ്റെ നമ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും. റിവർ വെള്ളം സോങ് റിവറോ? നേരെയുള്ള റൂട്ടല്ല. അല്ല, അപ്പൊ ഇത് ടൗൺ ഇറങ്ങി അപ്പുറം വൈക്കുന്ന കയറാലോ ആണെങ്കിൽ ഇങ്ങോട്ടുണ്ടോ മുമ്പോട്ടുണ്ടോ? മുമ്പോട്ടാണ് പ്രശ്നം. രണ്ടെണ്ണമുണ്ട്, കുറേ ദൂരമുണ്ട്. ഇവിടെ അടുത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ ധാബ, നൈനീസ് ധാബ ഉണ്ട് കുറേ ദൂരം. അത് ഹോട്ടൽ തന്നെയാണ് കേട്ടോ. 25 മിനിറ്റ് നടന്നടുത്തുമ്പോഴേക്ക് ഇത് വിട്ടിട്ട് വരും. അവിടെ അല്ലേ വലിയ വലിയ വണ്ടികളൊക്കെ ഇവിടെ പിടിച്ചിടുന്നുണ്ട്. മേലേക്ക് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. വലിയ വലിയ ട്രാവൽസ് ബസ്സുകളൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ട്. പോലീസുകാർ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുന്നതാണ്.
പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഡെറാഡൂൺ വന്ന് മസൂരി വന്ന് അങ്ങനെയാണ് പോവുക. അപ്പം മരങ്ങൾ കാണാൻ നോക്ക്. അല്ല നമ്മൾ അവിടെ കൊണ്ട് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല എന്തൊരു ഭംഗിയല്ലേ. ഇതാണ് ഗാന്ധി ചൗക്ക് അമ്പലം. ഇത് മസൂരിയിലെ മെയിൻ സ്ഥലം ഗാന്ധി ചൗക്ക്. ഇപ്പോഴല്ലേ കഴിഞ്ഞു പോന്നു അപ്പോഴേക്ക്. ഒറ്റ വഴിയേ ഉള്ളൂ പോവാനും വരാനും. ഇതിൽ തന്നെ തിരിച്ചു വരണം. ആ പോവാനും വരാനുമായിട്ട് ഒരു വഴി. അത്യാവശ്യ പ്രശ്നമില്ല. തന്നാണ് നോക്കുമ്പോഴാണ് അതാണ്. मंदिर है ना, मंदिर के पीछे वो अपना പോയോ പിന്നെയോ
യമുനാ നദി. അതെ, അവിടുത്തെ ഇതല്ലേ ഗവൺമെൻറ് ബസ്സല്ലേ ഹിമാചൽ പ്രദേശിൻ്റെ ഹിമാചൽ പത് പരിവഹൻ നിഗം. ബാങ്ക് യമുനോത്രി. ചൂടത്ത് നിന്ന് മതിയായിന്നല്ലേ. എത്രയാ? ട്രെയിനിൽ പോകുന്നൊരു സൗണ്ട് അല്ലേ. ഈ നീല ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് ആ കണ്ണിൽ ആനന്ദം അല്ലേ. नहीं सुनिए सुनिए ना, अभी 15 दिन पहले 10 दिन पहले मेरे को फोन आया। നല്ല തണുപ്പ്. ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത് വാർക്കോട്ടിലാണ്. മുറിച്ചൊഴിവാക്കുന്ന പരിപാടിയില്ലല്ലേ. ഇപ്പം ഈ കാറ്റിന് വീണ മരം നല്ല വലിയ കാറ്റാണ്ടായിരുന്നു. നല്ലൊരു മഴയൊക്കെ നിങ്ങളൊക്കെ കാർട്ടൂണിൻ്റെ ആൾക്കാരല്ലേ അപ്പൊ? സൂര്യന്റെ ആ വെളിച്ചത്തിന് തിളങ്ങുന്നുണ്ടല്ലേ. അതന്നെയാ പറഞ്ഞ സൂര്യന്റെ വെളിച്ചം കൊണ്ട്. മഴക്കാലത്ത് വന്നാല് അല്ല മനോജേട്ടാ, മഴക്കാലത്ത് വന്നാൽ എന്താ സ്ഥിതി എന്നറിയോ? മണ്ണ് പോരേണ്ടി വരും. മരം പിടിച്ചു അല്ല മരം ഇപ്പം മരം മാത്രം പിടിച്ചാ മതി. മറ്റേത് പ്രൊട്ടക്ഷൻ ഉണ്ട്. അല്ല നമ്മളിപ്പോ പോകുന്നൊക്കെ തിരിച്ചു വരണം. ഇപ്പൊ ആ നമ്മൾ ചെക്ക് ചെയ്തില്ലേ രാഹുലന്റെ 10 നമ്പർ ഞാൻ മുമ്പിൽ ഇരുന്നിട്ട് ആ സമയം. അല്ല നമ്മളിപ്പം പോകുന്നത് യമുനോത്രീന്റെ അടുത്തേക്ക് തന്നെയല്ലേ? ഓ ഐ സി. ഇതിന്റെ മേലെയാണ് യമുനോത്രി. അതെയോ? അപ്പൊ നമ്മള് രാവിലെ പഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടോ? ആ നമ്മളിപ്പോ യമുനോത്രിയിലേക്ക് മാത്രമായിട്ട് പോകുന്നയാ. അല്ല ഈ നമ്മളെ സാധാരണ മഞ്ഞുകാലത്ത് ഈ തണുപ്പ് ഉണ്ടാവലുണ്ട് വയനാട്ടില്. ഇപ്പൊ പണ്ട് നമ്മളെ ചെറുപ്പത്തിലൊക്കെ നല്ല തണുപ്പല്ലേ, ഇപ്പൊ അതൊക്കെ കുറഞ്ഞില്ലേ കൊറേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞേ.